ഭാര്യയും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. ശോഭയും നിന്റെ വീട്ടിലേക്ക് വിളിക്കുക. എനിക്ക് ആദ്യം കാണേണ്ടത് ശോഭയാണ്. നിനക്കും ഭാര്യയ്ക്കും സുഖമെന്ന് കരുതുന്നു. ആനന്ദ്. ഇന്നെന്താ നേരത്തെ? അനുവേട്ടൻ നാളെ പോവല്ലേ? അത് മീനവൻ അറിഞ്ഞു. എനിക്ക് എല്ലായിടത്തും ആളുകളുണ്ട്. ഇത് കണ്ടോ? ഹായ്, എന്ത് ചെയ്യല? ആർക്കാ? എനിക്കൊരു കൊച്ചു അനുജത്തിയുണ്ട്. അവൾക്കാ. മീനിനിഷ്ടായോ? എന്നാ ഇത് മീനിനാ. അപ്പൊ അനിയത്തിക്കാണ് പറഞ്ഞത്? മീനു എന്റെ അനിയത്തിയല്ലേ? മീനുവിന്റെ പട്ടാളക്കാരൻ ഏട്ടൻ ഒരു ദിവസം വരും. വരുമ്പോ ഈ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കാണാൻ പോണം കേട്ടോ. അനുവേട്ടൻ ഇനി എന്നാ വരിക? വരും. മീനുവിനൊരു ചേച്ചിയും കൊണ്ടുവരും. എല്ലാവരും പോകുമ്പോ ഇങ്ങനെ പറയാ, ആരും വരൂല. ഞാൻ വരുമ്പോ മീനുവിന് എന്താ വാങ്ങിട്ട് വരേണ്ടത്? ഒന്നും വേണ്ട, വന്നാൽ മാത്രം മതി. വരും. മീനു പൊയ്ക്കോളൂ. ശോഭേ, ശോഭ, യു ആർ സ്റ്റിൽ ബ്യൂട്ടിഫുൾ. സ്റ്റിൽ മൈ സെയിം ഓൾഡ് ശോഭ. നോക്കൂ, my legs are perfect. Perfect. ഇനി എനിക്ക് ഓടാൻ, ചാടാൻ, തുള്ളിച്ചാടാൻ, നൃത്തം ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്. നോക്കൂ ശോഭ, ശോഭയ്ക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ? ഞാനൊരു അതിശയമാണെന്ന്. ഞാനെന്ത് പറഞ്ഞെന്നോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളാണ് എനിക്ക് കാലുകൾ തിരിച്ചു തന്നതെന്ന്. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ വരാം ശോഭയുടെ ഡാഡിയെ കാണാൻ. ശോഭ എന്താ ഒന്നും പറയാത്ത? എന്തെങ്കിലും പറയുന്നേ? എന്റെ വിവാഹം കഴിഞ്ഞു. Anand, now who won the bet?
ശോഭ, ഇറ്റ്സ് ഫോർ യു. ഹലോ ശോഭേ, ഇത് ഞാനാണ് ആനന്ദ്. ശോഭേ, ഹലോ ഹലോ. താങ്ക് യു. വൈകുന്നേരം സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വരാം. റെഡിയായി നിന്നോളാം. ഓക്കെ. ഓ, ഐ എം സോറി. ബൈ. ബൈ. ഈ ദിവസങ്ങളെ കുറിച്ചൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. വരുമെന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ. കുറ്റം എന്നിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണോ? ഞാൻ എത്ര എഴുത്തുകൾ എഴുതി. എഴുത്തോ? എനിക്കൊന്നും കിട്ടിയില്ല. പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ ശോഭയ്ക്ക് എന്തെളുപ്പം കഴിയുന്നു. ഞാൻ തെറ്റു പറയുന്നില്ല. കാലെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്നില്ല. കാലില്ലാത്തൊരു മനുഷ്യനെ ഭർത്താവായി കിട്ടാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ലെന്ന് എനിക്കറിയാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിക്കൂ. കാൽ നഷ്ടപ്പെട്ട് എവിടേക്കോ പോയി എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമാണ് ഞാൻ അറിഞ്ഞത്. രണ്ടു വീട്ടുകാരും പണ്ടേ നിശ്ചയിച്ചിരുന്നതാണ് പോലും ഈ ബന്ധം. എത്ര നാളാണ് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനാവുക? അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശോഭ, ഐ എം സോറി. ഒരു പുരുഷനും തന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ സഹിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് ശോഭ എത്ര വലുതാണെന്ന് ശോഭയ്ക്കറിയില്ല. ഏയ്, എന്നോട് പിണക്കാണോ?
മാത്രമേ ഉള്ളൂ. ഓ ശോഭ, ഐ ലവ് യു ശോഭ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. സംസാരിക്കാമല്ലോ. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ശോഭ നിനക്ക് എത്രമാത്രം വലുതാണെന്നും എനിക്കറിയാം. പക്ഷേ വിധി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം വളച്ചു കിട്ടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ പറയുന്നതായിരിക്കും ഭംഗി. നിനക്കെന്നെ അറിയാം, നന്നായി അറിയാം. ഞാൻ പണ്ടേ അല്പ സ്വാർത്ഥനാണ്. ശോഭയെ കണ്ടനാൾ മുതൽ എനിക്ക് പെണ്ണ് എന്ന കോൺസെപ്റ്റ് ആകെ മാറിപ്പോയി. പിന്നെ അവളെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് തോൽക്കാൻ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. നിന്നെ അവൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നുപോയി. പിന്നീട് നിന്റെ വിജയം എനിക്കൊരു വാശിയായി. നിനക്കറിയാം, പണ്ടേ ഞാനൊരു വാശിക്കാരനാണെന്ന്. അങ്ങനെയാണ് ശോഭ എന്റേതായത്. ഞാൻ നിനക്ക് അയച്ച ലെറ്ററുകൾ? ഇല്ല, ഒന്നും ഞാൻ അവൾക്ക് കൊടുത്തില്ല. നിനക്ക് മറുപടികൾ എഴുതിയതും ഞാനാണ്. നീ കാൽ നഷ്ടപ്പെട്ട എന്നേക്കുമായി എവിടേക്കോ പോയി എന്നവളോട് കള്ളം പറഞ്ഞു. നിനക്ക് മതിയായോ? ഇല്ലെങ്കിൽ മതിയാവുന്ന തല്ലിക്കോ, കൊന്നോളൂ. ഐ അഗ്രി, ഐ എം എ ചീറ്റ്. ഞാൻ ചതിയനാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒന്ന് മാത്രം ഞാൻ സമ്മതിക്കില്ല. എന്നേക്കാൾ അധികം നീ ശോഭയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ശോഭ എന്റേതാണ്. ഷീസ് മൈൻ. നീ അവളെ ചതിക്കുകയായിരുന്നു. അവൾ എനിക്ക് വേണം. ഷീ സ്റ്റിൽ ലവ്സ് മീ. അനുവാദം തരാനുള്ള അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ പോയി വിളിക്കാം. അവൾ വരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളൂ. കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ എല്ലാമെന്ന് ഞാൻ കരുതിയിരുന്ന അവൻ, നിതിൻ, എന്നെ ചതിക്കുകയായിരുന്നു. നിറയെ കത്തുകൾ കൊണ്ട് ശോഭയെ അവൻ നേടി. ബട്ട് ഐ ഡിസേർവ് യു. ശോഭ എന്റേതാണ്, എന്റേത് മാത്രം. അല്ലേ ശോഭ? എന്താ ശോഭ ഒന്നും മിണ്ടാത്തത്? ഐ വാണ്ട് യു, ഐ നീഡ് യു. ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? എന്താണ് മിണ്ടാത്തത്? മൗനം സമ്മതമെന്ന് കരുതുന്നു. രാത്രി കാറുമ്പോൾ ഞാൻ വരും. യു ഷുഡ് കം.
വിളിച്ചതാണ്. ഞാൻ തിരിച്ചു പോകുന്നു. ആനന്ദാണ് വിളിച്ചത്. അവൻ പോവുകയാണ്. Passenger traveling on flight number IC529, proceed to the aircraft immediately. ഇതും കൂടി കൊണ്ടുപോയിക്കുള്ളൂ. ഓർമ്മയിൽ ഒന്നും ബാക്കി വെക്കണ്ട. എന്താ ഇത്? എനിക്ക് സമ്മാനിച്ച കല്യാണ സാരി. വിചാരിച്ചല്ലേ? തടാകക്കര ഒരു പട്ടാളക്കാരൻ വന്നിരിക്കുന്നു. പോയി നോക്ക്.
വേണുവേട്ടൻ ഏട്ടാന്ന് വിളിച്ചാൽ മതി.